കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്താക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ കുടുംബം പ്രതിസന്ധിയിൽ. പാലാട്ടിൽ എബ്രഹാം കൊല്ലപ്പെട്ട് 1 വർഷമായിട്ടും സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് കുടുംബം പറയുന്നു. പ്രദേശത്ത് ഇപ്പോഴും വന്യമൃഗശല്യം രൂക്ഷമാണ്. കൃഷിയിടത്തിലെ ജോലിക്കിടെയാണ് പാലാട്ടിൽ എബ്രഹാം കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2024 മാർച്ച് 5-നായിരുന്നു സംഭവം. എബ്രഹാമിന്റെ മരണത്തിന് പിന്നാലെ മകന് സ്ഥിരം ജോലി നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയെങ്കിലും നടപ്പായില്ല. 2 വർഷം മുമ്പ് സ്ട്രോക്ക് പിടിപെട്ട ഭാര്യ തെയ്യാമ്മയുടെ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുത്തിരുന്നു. എന്നാൽ അതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കക്കയം മലമേഖലയിലെ കൃഷിഭൂമിയിൽ വിവിധ കൃഷികൾ ഉണ്ടെങ്കിലും കാട്ടുപോത്ത് എബ്രഹാമിന്റെ ജീവനെടുത്തതോടെ തെയ്യാമ്മ മക്കളെ അങ്ങോട്ട് വിടാറില്ല. എൻ്റെ കെട്ടിയും പോയി, ഇനി മക്കളോട് പോയിട്ട് എനിക്ക് ആരും ഉണ്ടാകില്ല, ഒന്നും കെട്ടിയിട്ടില്ല. അതുകൊണ്ടല്ലേ പിള്ളേരെ വിടാത്ത. ചില കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു പറിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. പേടിച്ച് വിടാൻ പറ്റൂല. അന്ന് മന്ത്രി എല്ലാവരും പറഞ്ഞു സഹായം തരുമെന്ന് പറഞ്ഞിട്ട് 5 വയസ്സ് മന്ത്രിക്ക് വരെ മലയിലാണ് പിള്ളേരെ പേടിച്ചിട്ട് വിടത്തുമില്ല. വനമേഖലയിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ സോളാർ വേലി സ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതും ഉണ്ടായില്ല. മക്കളായ ജോബിഷിനും ജോമോനും താൽക്കാലികമായി ലഭിച്ച ഫോറസ്റ്റ് വാച്ചർ തസ്തികയിലെ ജോലിയാണ് കുടുംബത്തിന്റെ ആശ്വാസം. 24 കോഴിക്കോട്.